ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡെസ്കി സ്കിൻ മേക്ക് ഓവർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ബ്രൈഡ് രമ്യ. ആക്ച്വലി ഇതൊരു പുടവ കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആർഭാടമുള്ളൊരു മേക്കപ്പ് അല്ല, ഒരു സിമ്പിൾ സട്ടിലായിട്ടുള്ളൊരു മേക്കപ്പാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ ബ്രൈഡൽ ലുക്കായിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഭയങ്കര ഒരു സിമ്പിൾ മീൻസ് സട്ടിൽ ലുക്കാണ് ആൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ ലുക്ക് കഴിഞ്ഞതിന് ശേഷമുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ ലുക്ക് കൂടുതലൊന്നുമില്ല, ഒരു സിമ്പിളായിട്ടുള്ളൊരു ബേസിക് പിങ്ക് ഷെയ്ഡും പ്ലസ് ഒരു ഗോൾഡൻ ഷെയ്ഡും വെച്ചിട്ട് ഐ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂറോ പാരീസിൻ്റെ ലാഷസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അണ്ടർ ഐസ് ഒന്ന് കൺസീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് കളർ കറക്ഷന് വേണ്ടിയിട്ട് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഫുൾ ഓൺ ഫേസ് നമ്മളൊന്ന് കളർ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് യൂസ് ചെയ്തത് ഡെർമൻ്റെ പാലറ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാക്കിൻ്റെ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാണ് ഈ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി ഫൗണ്ടേഷൻ ഫേസിൽ വരാതിരിക്കാനാണ്. നമ്മൾ മറ്റേ ലൈൻസ് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് കുറേ ക്വാണ്ടിറ്റി ഫൗണ്ടേഷൻ വരും, ആൾക്ക് അതിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് മാത്രം മതി എന്നായിരുന്നു ആളുടെ ഒരു പ്രിഫറൻസ്. ആളുടെ എൻഗേജ്മെൻറ്റിന് നല്ല ഹൈ കവറേജോടുകൂടെ മേക്കപ്പ് ചെയ്ത് ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വെഡ്ഡിങ്ങിന് ആൾ വേറൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്ത് അത് ക്യാൻസൽ ചെയ്തിട്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വർക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ആൾ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു, നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളത്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫോട്ടോ, ഒരു ബ്രൈഡിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഒരു വർക്ക് കഴിഞ്ഞതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസോ സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്ത് അതിന് കുറേ ആൾക്കാർ പേഴ്സണലി റിപ്ലൈ അയക്കാറുണ്ട് കേട്ടോ. ചിലർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ കൂടുതൽ ആൾക്കാർ റിപ്ലൈ ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഈ ഒരു ഓർണമെൻറ്റ്സ് ഇവർക്ക് സ്യൂട്ട് ആവുന്നില്ല, ഇതെന്താ പഴയ പോലത്തെ ഓർണമെൻറ്റ്സ് എടുത്തിരിക്കുന്നത്, ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു ഓർണമെൻറ്റ്സ് തീരെ ഭംഗിയില്ലല്ലോ, ഇങ്ങനെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യായിരുന്നു, അതുപോലെ മേക്കപ്പിൽ ഈ ലിപ്സ്റ്റിക് ഇടായിരുന്നു, ഈ ഹെയർ സ്റ്റൈൽ ചെയ്യായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബോഡി ഷെയ്മിങ്ങായിട്ട് കുറേ കമൻറ്റ് ചെയ്യാറുണ്ട്. എന്താ ഈ കുട്ടീൻ്റെ ലിപ്സ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഐസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ഓരോ രീതിക്കാണ്. ഓരോരുത്തർക്കും ഫേഷ്യൽ ഫീച്ചേഴ്സ് ഓരോ ഡിഫറെൻ്റ് ആയിട്ട്, എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഭംഗിയുള്ള ആൾക്കാരാണ്. അത് എൻഹാൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എൻ്റെ ഒരു ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഓർണമെൻറ്റ്സ്, ഔട്ട്ഫിറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും ഓരോ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കും, ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഫൈനാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ആർഭാടമായി കല്യാണം കഴിക്കണം എന്നില്ല. ഇപ്പോഴത്തെ ട്രെൻഡിങ് അറിയാത്ത ആൾക്കാരുണ്ടാകും, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാകും. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽക്കും ഓരോ ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളൊരു മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തതിൻ്റെ ആണെങ്കിലും എല്ലാം ആ ഒരു ബ്രൈഡിൻ്റെ താല്പര്യപ്രകാരമാണ് കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ലിപ്സ്റ്റിക് ഷെയ്ഡായാലും ഹെയർ സ്റ്റൈലാണെങ്കിലും അവർ സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ ഹയർ ചെയ്യുന്നത്. അല്ലാതെ നമ്മളുടെ ഒരു പേഴ്സണൽ ചോയ്സിനനുസരിച്ച് അവരെ ഒരുക്കാൻ വേണ്ടിയിട്ടല്ല. ചില ആൾക്കാരൊക്കെ മീൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇഷ്ടത്തിന് ചെയ്തോ എന്ന് പറഞ്ഞ് വിടുന്ന ആൾക്കാരുണ്ട്. അവർ ഓക്കെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ ഓരോ പ്രിഫറൻസ് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ A to Z കാര്യങ്ങളും കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഹയർ ചെയ്യുന്ന ഒരു മോഡലല്ല അവർ. അവരുടെ ബിഗ് ഡേ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒരുങ്ങുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നു ഈ ഒരു ഔട്ട്ഫിറ്റിന് ഈ ഒരു ചോക്കർ ചേരുന്നില്ല എന്നുള്ളത് മേക്കപ്പ് ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെ പറയുന്നവരുണ്ട്. നമുക്ക് ഒരു പരിധിയുണ്ട് ഒരാളോട് പറയുന്ന കാര്യത്തിൽ. നമ്മൾ സജസ്റ്റ് ചെയ്യും, ഇപ്പം ഇന്ന സാധനങ്ങൾ ഇട്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ സജഷൻ കൊടുക്കാറുണ്ട്. എല്ലാവരും സജഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഇല്ല. ചിലവർ A to Z കാര്യങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് കമ്പൈൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നവരുണ്ട്. പക്ഷെ കുറേ ആൾക്കാർ ഒരു ഡിസ്കഷനും ഇല്ലാതെ ബുക്ക് ചെയ്തതിന് ശേഷം പിന്നെ കാണുന്നത് അവരെ തലേ ദിവസമായിരിക്കും. ടൈമും പ്ലേസും അയച്ചു തരാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പിന്നെ അതൊന്നും ബൈ ചെയ്യാനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും ഓരോ പോലെയാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വേണം, അതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിൽ കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലഷ് റെവല്യൂഷൻ്റെ, ഹൈലൈറ്ററും റെവല്യൂഷൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്.
നമുക്ക് ഹൈലൈറ്റർ എവിടെ വേണമെങ്കിലും കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് എവിടെയൊക്കെയാണോ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത് അവിടേക്ക് നമുക്ക് ഹൈലൈറ്റർ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഐബ്രോസിൻ്റെ താഴേക്ക് ഞാനിതിൽ ഹൈലൈറ്റർ കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഐബ്രോസ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് കൊടുക്കുന്നത്. ഡസ്കി സ്കിന്നിന് മേക്കപ്പ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് അവർക്ക് ചേരുന്നത് ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആയിരിക്കും കേട്ടോ. അപ്പോഴാണ് അവരുടെ ഫേസ് ഒന്ന് ബ്രൈറ്റായിട്ട് കാണുക. ഒരു ന്യൂഡ് ഷെയ്ഡൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. പിന്നെ അവരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ്. എന്നാലും കുറച്ചും കൂടെ ഒരു ബ്രൈറ്റർ ഷെയ്ഡ് പോവുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഫേസ് ഒന്ന് ബ്രൈറ്റായിട്ട് വരാനായിട്ട് ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യുമ്പോഴും ബ്രൈറ്റ് ഷെയ്ഡ്സ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് ബ്രൈറ്റായിട്ട് നിൽക്കും. ചില ന്യൂഡ് ഷെയ്ഡ്സൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർത്ത് ആ ഒരു ഡൾനെസ് വരുന്ന സമയത്ത് ആ ഒരു ഔട്ട്ഫിറ്റിൻ്റെയും കൂടെ ഡൾനെസ് നമ്മുടെ ഫേസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിൽ എപ്പോഴും ത്രൂ ഔട്ട് ദ ഡേ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡ് ഉള്ള ഏതെങ്കിലും ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ഡസ്കി സ്കിൻ ടോൺ ഇടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റായിട്ട് വരുന്നത് പോലെ. അത് തന്നെയാണ് എല്ലാവിടെയും സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പുടവ് കൊടുക്കൽ ചടങ്ങാണെന്ന് ഞാൻ മുമ്പേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിൾ ഹെയർ ഡു ആണ് നമ്മൾക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കേളി എക്സ്റ്റൻഷൻ വയ്ക്കാതെ ഒരു ഹെയർ ഡു ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മൂസൊക്കെ അപ്ലൈ ചെയ്ത് കേളി ചെയ്ത സമയത്ത് ഹെയർ ഒട്ടും ഉള്ളില്ലാത്ത പോലെയായിരുന്നു കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ബ്ലാക്ക് കേളി എക്സ്റ്റൻഷനാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ചൂസ് ചെയ്യാൻ കാരണം ആളൊരു സിമ്പിൾ കേരള സ്റ്റൈൽ ധാവണിയാണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല വെഡ്ഡിങ് നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പഴനിയിൽ വെച്ചിട്ടായിരുന്നു. രാവിലെ ഒരു 4 o'clock മുഹൂർത്തം. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയാണ് കേട്ടോ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 12 o'clock സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കപ്പ്. രണ്ടിനും ഏകദേശം സിമിലർ ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കേളി എക്സ്റ്റൻഷൻ വെച്ചിട്ട് ലൂസ് ഹെയർസും ഇതൊരു ബൺ ഹെയർ സ്റ്റൈൽ എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കാരണം ആളുടെ ഒരു ഭാഗത്തെ മുടി വന്നിട്ട് ഭയങ്കര ഇല്ലാത്ത പോലെയാണ്, ഉള്ളില്ലാത്ത പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതൊന്ന് കവർ ചെയ്യുന്നത് പോലെ ഫേസിന് നന്നായിട്ടുള്ളത് ഈ ഒരു ലുക്ക് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രൈഡിൻ്റെ കൺസേണോടുകൂടിയാണ് 2 ഹെയർ സ്റ്റൈലും നമ്മൾ സിമിലറിനാക്കി കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇൻഡോർ ലൈറ്റിൽ വെച്ച് എടുത്തത് കൊണ്ടാണ് ഈ ഒരു ഷെയ്ഡ്സ് ഫേസിലേക്ക് വരുന്നത് കേട്ടോ. ഔട്ട്ഡോറിൽ എടുക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ നല്ല ഒരു ഷെയ്ഡിലേക്ക് കാണാൻ പറ്റും. കാരണം അത് സൺലൈറ്റും ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ലൈറ്റും ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് രമ്യേൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വാക്കുകളൊക്കെ തെന്നി പോകുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ കണ്ടൻറ്റിനായിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.